ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന ഭൂമി ഭൂരിഭാഗവും സർക്കാർ പുറമ്പോക്കെന്ന് താലൂക്ക് സർവേയറുടെ റിപ്പോർട്ട് കളക്ടർക്ക് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചതായാണ് സൂചന. ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവേശന ഭാഗം മാത്രമാണ് പട്ടയഭൂമിയിലെന്നും ബാക്കി തൂണുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണെന്നുമാണ് സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത്. ഇതോടെ ഗ്ലാസ് ബ്രിഡ്ജിന് പ്രവർത്തനാനുമതി നൽകുന്നത് കൂടുതൽ പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ഏപ്രിൽ 19 ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജിന് അനുമതി നൽകുന്ന കാര്യത്തിൽ കളക്ടർ 1 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. കമ്പനി നൽകിയ ഹർജിയിലായിരുന്നു കോടതി ഉത്തരവ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ നടന്ന യോഗത്തിൽ ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തന തടസ്സം സംബന്ധിച്ച് ജില്ലാ കളക്ടർ വിശദീകരിച്ചിരുന്നു. നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് വിവിധ വകുപ്പുകൾ നോട്ടീസ് നൽകിയെങ്കിലും ഇവ അവഗണിച്ച് ബലമായി നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നുവെന്നും പിന്നീട് പ്രശ്നമായപ്പോഴാണ് അനുമതി തേടി വന്നതെന്നും കളക്ടർ മന്ത്രിയോട് വിശദീകരിച്ചു. കേരള 1 മലയാളം, ഇടുക്കി.